ഗിരിപ്രഭാഷണം ദൈവമക്കൾക്കുള്ളതാണോ എന്ന് പോലും പലർക്കും സംശയമാണ്. ഇത് എനിക്കുള്ളതാണോ എന്ന് പോലും ചിന്തിക്കാത്ത ആളുകൾ, എനിക്കുള്ളതല്ലെന്നാണ് പലരും വിചാരിച്ചേക്കുന്നത്. ഇവളെ രൂപപ്പെടുത്തുന്നത് വായിച്ച് പ്രബോധിപ്പിക്കാറുണ്ട്. എത്ര പേര് ഗിരിപ്രഭാഷണം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്? നമ്മളെപ്പോഴും പറയുന്നത് പോലെ പഴയ നിയമത്തിൽ ദാവീദിന്റെ കഥയും അല്ലെ, വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതും ആവശ്യമാണ്. പഴയ നിയമത്തിൽ ദാവീദിന്റെ കഥയും ഗോലിയാത്തിന്റെ കഥയും ഗോലിയാത്തിന്റെ വാളും ഗോലിയാത്തിന്റെ കിരീടവും ഗോലിയാത്തിന്റെ പടച്ചട്ടയും, ഇതൊക്കെ നമുക്ക് ദൈവത്തിന് പോലും ഇല്ലാത്ത വെളിപ്പാട് അതിനെക്കുറിച്ച് നമ്മുടെ അകത്ത് കിടക്കുന്നത്. ഗോലിയാത്തിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവത്തിന് പോലും ഇല്ലാത്ത, സർവശക്തനായ ദൈവത്തിന് പോലും ഇല്ലാത്ത വെളിപ്പാട് നമ്മൾ പറയും. ഉറപ്പ് ആ കിരീടത്തെക്കുറിച്ചും അവന്റെ കയ്യിലിരിക്കുന്ന വാളിനെ കുറിച്ചും. അതുകൊണ്ടല്ല അതിനെക്കുറിച്ചൊക്കെ 4-5 മാസം പ്രസംഗിച്ചിട്ടും തീരാത്തത്. ഇതിൻ്റെ അകത്ത് ഇതൊക്കെ പറയുമ്പോഴും അതിന്റെ അരികിലൂടെയെങ്കിലും യേശു എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ചില ശുശ്രൂഷകളൊക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ യേശു എന്നൊരു വാക്ക് അറിയാതെ പോലും ചിലർ പറയത്തില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 2 മണിക്കൂർ നടക്കുന്ന ശുശ്രൂഷയിൽ യേശു കർത്താവ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയാതെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഇവർ യേശുവിനെ കുറിച്ചോ കർത്താവ് എന്ന് പറയുന്ന ഒരു വാക്ക് മനഃപൂർവ്വമായി അല്ലെങ്കിൽ അറിയാതെയെങ്കിലും പറയാത്ത ആളുകളുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. കർത്താവ് ഒന്നും നമ്മുടെ ഒന്നും പ്രസംഗത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കൂടെ പോലും യേശു പലപ്പോഴും വരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കുടിയന്മാർ ഇന്നും കുടിയന്മാരായിട്ട് തുടരുന്നു. വഴക്കുണ്ടാക്കുന്നവൻ ഇന്നും വഴക്കുണ്ടാത്തവനായി പോകുന്നു. വ്യഭിചാരം ചെയ്യുന്ന ആളുകൾ ഇന്നും വ്യഭിചാരിയായിട്ട് പോകുന്നു. സഭാരാഷ്ട്രീയം പറയുന്നവൻ ഇന്നും രാഷ്ട്രീയക്കാരനായിട്ട് പോകുന്നു. കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഒരു വചന ശുശ്രൂഷ നമ്മുടെ ഇടയിൽ ഇന്ന് ചുരുക്കമാണ്. സ്തോത്രം. ഇതൊക്കെ ഉണ്ടാകുന്നത്, ഇതിൽ നിന്നൊക്കെ ആളുകൾ മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശുവിനെ പറയണം, യേശുവിന്റെ വചനം പറയണം. അപ്പോഴാണ് ആളുകൾക്ക് രൂപാന്തരം ഉണ്ടാകുന്നത്, ആളുകൾക്ക് കരച്ചിലുണ്ടാകുന്നത്. അപ്പോഴാണ് സഭകളിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. അപ്പോഴാണ് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുന്നത്. അപ്പോഴാണ് തമ്മിൽ ക്ഷമയാചിക്കുന്നത്. അപ്പോഴാണ് ഒരു പാത്രത്തിൽ നിന്നും പാനം ചെയ്യുന്നവർ എന്ന് പറയുന്ന ആ വെളിപ്പാടിലേക്ക് വരുന്നത്. ഇന്ന് വിഭാഗീയ ചിന്തയും ജാതി ചിന്തയും മതത്തിന്റെ ചിന്തയും, നീയാണോ വലിയവൻ ഞാനാണോ വലിയവൻ, വലിയ കുടുംബത്തിന്റെ ചിന്തയും, അവൻ കുടുംബക്കാരൻ എന്നുള്ള ചിന്തയും, കറുത്തവൻ എന്നുള്ള ചിന്തയും, വെളുത്തവൻ എന്നുള്ള ചിന്തയും, ഇതൊക്കെ രൂഢാമൂലമായിട്ട് ഇന്ന് ആത്മീയ ലോകത്തിലുണ്ടെന്നേ. ഇതൊക്കെ മാറണമെങ്കിൽ, ഇതിന്റെ അകത്തോടൊക്കെ വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു യേശുവിന്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തണം. യേശുവിന്റെ വചനത്തിലൂടെ നമ്മൾ കയറി ഇറങ്ങണം. ആ വചനത്തിലൂടെ, ആ ചക്കിലൂടെ കയറി ഇറങ്ങുമ്പോഴാണ് നമ്മൾ പൊടിയുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്ന് വേണ്ടാത്തതൊക്കെ അരിച്ചു മാറ്റപ്പെടുന്നത്. അത് നടക്കണമെങ്കിൽ ദൈവ വചനം പറയണം. യേശു നമ്മുടെ സഭയിൽ വരണം, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരണം. നിങ്ങൾ യേശുവിനോട് ചേർന്ന് നടക്കണം. ഞാൻ പറയട്ടെ, നിങ്ങൾ ദാവീദിനോട് ചേർന്ന് നടക്കുന്നതിനെ കഴിഞ്ഞും, നിങ്ങൾ ഗോലിയാത്തിന്റെ കഥ കേട്ട് അതിലൂടെ പോകുന്നതിനെ കഴിഞ്ഞും, നിങ്ങൾ പഴയ നിയമത്തിൽ ഏത് പ്രവാചകന്മാരുടെ കൂടെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും ശ്രേഷ്ഠനാണ് യേശു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം ഞാൻ വിചാരിക്കുന്നത് പൗലോസാണ് എഴുതിയെന്നാണ് എന്റെ ചിന്ത. ആയിരിക്കാം, അത് നമ്മൾ തർക്ക വിഷയമല്ല. എബ്രായ ലേഖനം എന്ന് പറയുന്ന പുസ്തകം പൗലോസ് തന്റെ ലേഖനങ്ങളിലെ, അല്ലെങ്കിൽ പൗലോസ് അത് എഴുതുന്നത് അതിന്റെ എല്ലാ അധ്യായങ്ങളിലും യേശുവിന്റെ മഹത്വത്തെക്കുറിച്ച്, യേശുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് 13 അധ്യായത്തിലും പൗലോസ് എഴുതുവാൻ ശ്രമിക്കുന്നത്. യേശു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠനാണ്, യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, യേശു അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാണ്, യേശു പഴയ നിയമത്തിലെ എല്ലാ കഥാപാത്രങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ്, യേശു പഴയ നിയമത്തിലെ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ്, യേശു പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠനാണ്, യേശു സമാഗമന കൂടാരത്തെക്കാൾ ശ്രേഷ്ഠനാണ്. പഴയ നിയമത്തിലെ എല്ലാ മനുഷ്യരെ കഴിഞ്ഞും, എല്ലാ പ്രവാചകന്മാരെ കഴിഞ്ഞും, എല്ലാ സംഭവത്തെ കഴിഞ്ഞും യേശു ശ്രേഷ്ഠനാണ്. യേശുവിന്റെ ശ്രേഷ്ഠതയാണ് പൗലോസ് ക്ഷീണിച്ചിരിക്കുന്ന, പിന്മാറിപ്പോകാനിരിക്കുന്ന, തകർന്നിരിക്കുന്ന എബ്രായ ക്രിസ്ത്യാനികളെ പൗലോസ് ബലപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ടോണിക് എന്ന് പറയുന്നത് യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം എന്ന് പറയുന്നത് വെറും ഒരു ലേഖനമല്ല. അതിനെ എഴുത്തുകാരൻ ആരാണെന്നോ അല്ലെന്നോ ഉള്ളതല്ല നമ്മുടെ തർക്ക വിഷയം. എബ്രായ ലേഖനം എന്ന് പറയുന്നത് ലവോദിക്ക പീരീഡ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തോട് എബ്രായ ലേഖനത്തിന് വളരെ ബന്ധമുണ്ട്. എബ്രായ ലേഖനത്തിന്റെ പ്രത്യേകത, ആദ്യകാലത്തിൽ യേശുവിനെ കണ്ടു, യഹൂദ മതത്തിൽ നിന്ന് യേശുവിനെ കണ്ട് പൊന്നും വേണ്ട, വെള്ളിയും വേണ്ട, വീടും വേണ്ട, നാടും വേണ്ട, കൂടും വേണ്ട എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ ബോധ്യമായ കുറെ ആളുകൾ ചാടി പുറപ്പെട്ടു. അവരുടെ മതത്തിന്റെ വലിപ്പം
വലിപ്പം നോക്കിയില്ല, അവരുടെ കുടുംബത്തിന്റെ ആഴം നോക്കാതെ, സമൂഹത്തിന്റെ വില നോക്കാതെ യേശുവിന് വേണ്ടി അവർ ചാടിയിറങ്ങി. അവർ കാട് കടന്നു, മേട് കടന്നു, പ്രതിസന്ധികളെ അതിജീവിച്ച് അവർ മുൻപോട്ട് പോയി. പക്ഷെങ്കിൽ കാലത്തിന്റെ തികവുങ്കൽ കാലം ഓടി ഓടി അതിന്റെ അന്ത്യത്തിലേക്ക് വന്നപ്പോൾ എബ്രായയിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ ക്ഷീണിച്ചു പോയി. അവർ പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ പോയി. അവർ പാപത്തിന്റെ അനുഭവത്തിൽ പിടിക്കപ്പെട്ടു. അവർ വലിയ തകർച്ചയിലേക്ക് അവരുടെ ജീവിതം മാറുവാൻ തുടങ്ങി. അവർ തകർച്ചയുടെയും ഇല്ലായ്മയുടെയും അല്ലെങ്കിൽ വിശ്വാസഗോളത്തിൽ നിന്ന് പിന്മാറി പോകേണ്ടതിന്റെയും അനുഭവത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളെ ബലപ്പെടുത്തുവാൻ, എബ്രായ ക്രിസ്ത്യാനികളുടെ പ്രത്യാശയിൽ അവരെ ഉറപ്പിക്കുവാൻ, അവരെ കർത്താവിന്റെ കൃപയിൽ ശക്തിപ്പെടുത്തുവാൻ, അവരെ പിന്മാറ്റ അവസ്ഥയിൽ നിന്നും അവരെ വലിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എബ്രായ ലേഖനം എഴുതിയത്. നോക്കുക, ഇന്നത്തെ ആത്മീക ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെയൊക്കെ ജീവിതം ശ്രദ്ധിച്ചു. ഒരുപക്ഷെ നിങ്ങൾ 20 വർഷത്തിന് മുമ്പോ 25 വർഷത്തിന് മുമ്പോ 40 വർഷത്തിന് മുമ്പോ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയായിരിക്കും. അന്ന് എന്തായിരുന്നു നിങ്ങളുടെ പ്രത്യാശ? അന്ന് നിങ്ങൾ യേശുവിനെ കണ്ടപ്പോൾ ഈ ലോകം വേണ്ടെന്ന് പറഞ്ഞവരല്ലേ? അന്ന് നിങ്ങൾ യേശുവിനെ കണ്ടപ്പോൾ യേശുവിനേക്കാൾ അധികം ഒന്നിനും വില കൊടുക്കാത്തവരല്ലേ? യേശുവിന് വേണ്ടി ഇറങ്ങി ചാടിയവരല്ലേ? യേശുവിന് വേണ്ടി നല്ല വിവാഹം വേണ്ടെന്ന് പറഞ്ഞവരല്ലേ? യേശുവിന് വേണ്ടി ലോകപ്രകാരമുള്ള സ്വത്ത് വേണ്ടെന്ന് പറഞ്ഞവരല്ലേ? യേശുവിന് വേണ്ടി വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി പുറപ്പെട്ടവരല്ലേ? ഇന്ന് എങ്ങനെ ഇരിക്കുന്നു വിശ്വാസ ജീവിതം? ഇന്ന് ക്ഷീണിതനല്ലേ? ഇന്ന് വളരെ പ്രയാസത്തിലല്ലേ? ഇന്ന് ആരാധിക്കുവാൻ മനസ്സില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ദൈവത്തിന് സ്തോത്രം കയറ്റുവാൻ കഴിയുന്നില്ല, ബൈബിൾ വായിക്കുവാൻ കഴിയുന്നില്ല, ഉപവസിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ക്ഷീണിതമായ അനുഭവത്തിലല്ലേ സഭ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് ക്ഷീണിതമായ അനുഭവത്തിലല്ലേ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്? പീഡനത്തിലൂടെ കടന്നുപോയി, പ്രയാസത്തിലൂടെ കടന്നുപോയി. എബ്രായ ക്രിസ്ത്യാനികളും ഇങ്ങനെ തന്നെയായിരുന്നു. അവർ ക്ഷീണിച്ചു പോയി, അവർ പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയി. അതുപോലെ അവർ പിന്മാറിപ്പോകുവാൻ വളരെ പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഈ പിന്മാറിപ്പോകുവാൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന ഈ ആളുകളെ നോക്കിയിട്ട് ഇവരെ മടക്കി കൊണ്ടുവരുവാൻ ഈ ലോകത്തിലെ ഒരു തിയറിക്കും ഒക്കത്തില്ല, മറ്റൊരു പഠിപ്പിക്കലിനും ഒക്കത്തില്ല, ഈ ലോകത്തിലെ സമ്പത്തിനൊക്കത്തില്ല, ഈ ലോകത്തിലെ നന്മകൾക്ക് കഴിയത്തില്ല. പൗലോസിന് ഇത് അറിയാമായിരുന്നു. ഇവരെ മടക്കി കൊണ്ടുവരണമെങ്കിൽ, ഇവർ ദൈവകൃപയിലേക്ക് മടങ്ങി വരണമെങ്കിൽ, ഇവരുടെ ജീവിതത്തിലെ പ്രത്യാശയിലേക്ക് ഇവർ മടങ്ങി വരണമെങ്കിൽ ഇവർക്ക് യേശു തന്നെ അവർക്ക് വേണമെന്ന്, യേശുവിന്റെ വെളിപ്പാടിലല്ലാതെ ഇത് നടക്കുകയില്ല എന്ന് പൗലോസിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് എബ്രായ ലേഖനം അവർക്ക് വേണ്ടി എഴുതുന്നത്. അവിടെ യേശുവിന്റെ ശ്രേഷ്ഠതയെ പറ്റി പറയുന്നു, യേശു ആരാണെന്ന് പറയുന്നു, യേശുവിന് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് പൗലോസ് അബ്രഹാം, മോശ, മൽക്കീസദേക്ക്, പഴയ നിയമത്തിലെ പ്രവാചകന്മാര്, യാഗങ്ങള്, പെരുന്നാളുകള്, പൗരോഹിത്യത്തിന്റെ പഴയ നിയമങ്ങള്, വിശ്വാസവീരന്മാര്, ഇവരെക്കാളൊക്കെ യേശു ശ്രേഷ്ഠനാണെന്ന് അവരെ പഠിപ്പിക്കുകയാണ്. യേശു ശ്രേഷ്ഠനാണെന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഗുരുതരമായ ആത്മീക വീഴ്ചകൾ, ഗുരുതരമായ ആത്മീക പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. ഗുരുതരമായ ആത്മീക പ്രശ്നങ്ങൾ, ഗുരുതരമായ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യം ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറഞ്ഞു വെച്ച് മടങ്ങി വരാം. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വെച്ച്, അവരുടെ ജീവിതത്തിൽ ആത്മീക വളർച്ചയിൽ അവർക്ക് മാന്ദ്യം സംഭവിച്ചു. ഒന്നുകൂടെ ചോദിക്കട്ടെ, എബ്രായ ലേഖനം 5:1 മുതലാണ്, വായിക്കണ്ട, ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ വന്ന ആത്മീക വളർച്ചയ്ക്ക് അവർക്ക് മാന്ദ്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയുന്നു. അവർക്ക് ഈ ആത്മീക മാന്ദ്യം ഉണ്ടാകുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവർ രക്ഷയെ അഗണ്യമായി വിചാരിച്ചെന്നാ പറയുന്നത്. രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പറയുമ്പോൾ അത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചോ രക്ഷയ്ക്കോ ഒന്നും നമ്മൾ അധികമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മുടെ എല്ലാം CBSE സ്കൂളിൽ പഠിക്കണം, നമ്മുടെ മക്കൾ നല്ല ICS സിലബസിൽ പഠിക്കണം. അവന് മാർക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് വേദനയാണ്, അല്ലേ? എല്ലാത്തിനും A+ കിട്ടിയില്ലെങ്കിൽ മാതാപിതാക്കൾക്ക്, അമ്മയ്ക്കും ഒപ്പനുമാണ് ഏറ്റവും വലിയ ഭാരം. കാരണം മാർക്ക് കുറഞ്ഞു. എന്ത് വറീഡാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ച്. അവർ ട്യൂഷൻ ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ
അവരെ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തില്ലെങ്കിൽ നമുക്ക് എത്ര വേദനയും സങ്കടവുമാണ്, എത്ര പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മുടെ മക്കളുടെ രക്ഷയെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ടോ? ദൈവമേ, എൻ്റെ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് ട്യൂഷൻ സെന്ററിൽ പോയില്ല എന്ന് ഒറ്റ ക്ലാസ് മുടക്കിയപ്പോൾ നെഞ്ച് പൊട്ടുന്ന സഹോദരി, നിങ്ങളുടെയും എൻ്റെയൊക്കെ ജീവിതത്തിൽ എൻ്റെ നിങ്ങളുടെയും മക്കൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ നെഞ്ചു പൊട്ടാറുണ്ടോ? വേദനപ്പെടാറുണ്ടോ? ഭയം കയറി വരാറുണ്ടോ? അപകടത്തിലാണ് നാം നിൽക്കുന്നത്. ഡേഞ്ചർ സോണിലാണ് സഭ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ മക്കളെ കുറിച്ച്, അവരുടെ രക്ഷയെ കുറിച്ച് നമുക്ക് ഭാരമില്ല, അല്ലേ അമ്മച്ചി? നമുക്ക് ഭാരമില്ല. അവർ രക്ഷിക്കപ്പെട്ടോ, നമ്മൾ വറീഡല്ല. അവർ സ്നാനപ്പെട്ടോ, നമ്മൾ വറീഡല്ല. അവർ അഭിഷേകം പ്രാപിച്ചോ, നമുക്ക് ഭാരമില്ല. കാരണം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആത്മീയമായി നിങ്ങളും ഞാനും ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രശ്നമില്ലത്. പക്ഷെ ലോകകാര്യങ്ങളിൽ നമ്മുടെ മക്കൾ മുൻപന്തിയിൽ വരണം. നമ്മൾ അനുഭവിച്ച ഈ രക്ഷ, നിങ്ങൾ കരസ്ഥമാക്കിയ ഈ സ്നാനത്തിന്റെ ആഴം, നമ്മൾ പറയുന്ന 10ാം ക്ലാസ്സിൽ കഴിഞ്ഞാൽ പിടിച്ചങ്ങ് സ്നാനപ്പെടുത്താം. നമ്മൾ വിചാരിക്കുന്നത് 10ാം ക്ലാസ്സിൽ കഴിയുമ്പോൾ, +2 കഴിയുമ്പോൾ പിടിച്ചങ്ങ് സ്നാനപ്പെടുത്തിയാൽ എല്ലാം കഴിഞ്ഞെന്നുള്ളതാ. ആദ്യം പഠിക്കൂ. സ്നാനം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലും +2നും കഴിഞ്ഞ് പെടുത്താനുള്ള ഒരു ഉപാധിയല്ല സ്നാനം. ഒന്നത് രക്ഷിക്കപ്പെടണം. രക്ഷ എന്താണെന്ന് അറിയണം. യേശു ആരാണെന്നറിയണം. യേശുവിന്റെ വരവ് എന്തിനായിരുന്നു എന്നറിയണം. യേശു ഇനി വരാൻ പോകുന്ന എന്തിനായിരുന്നു. അപ്പൊ ഒരുപാട് കൂട്ടം കാര്യങ്ങളുടെ അത് മനസ്സിലാക്കിയതിന് ശേഷം അവൻ എടുക്കുന്ന തീരുമാനത്തിന്റെ സ്ഥാനമാണ് ഈ സ്നാനം എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, രക്ഷയെ അവർ അഗണ്യമായി വിചാരിച്ചു. മറ്റെല്ലാ കാര്യങ്ങൾക്കും അവരെന്തോ ചെയ്തു? പ്രാധാന്യം കൊടുത്തു. അത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ആദ്യത്തെ പരാജയം എന്ന് പറയുന്നത്. ഈ പിന്മാറ്റം നടക്കുന്നത് ഒറ്റയടിക്കല്ല. അത് വളരെ സാവധാനമായിട്ട് കടന്നു വരുന്ന ഒരു കാര്യം. രക്ഷയെ അഗണ്യമായി വിചാരിച്ചു എബ്രായ ക്രിസ്ത്യാനികൾ. രണ്ടാമത്തേത്, രക്ഷ അഗണ്യമായി വന്നപ്പോൾ അവരുടെ ആത്മീക ജീവിതത്തിൽ വളർച്ചയ്ക്ക് മാന്ദ്യം സംഭവിച്ചു. എപ്പോൾ ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ രക്ഷയെ അഗണ്യമായി വിചാരിക്കുന്നുവോ, അപ്പോൾ അവന്റെ ജീവിതത്തിൽ ആത്മീക വളർച്ചയ്ക്ക് മാന്ദ്യം സംഭവിക്കും. 5-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. 12ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കാലം നോക്കിയപ്പോൾ ആരായിരിക്കേണ്ടതാണ്? ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ താങ്കൾ എന്താണ് ആയിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട കാലം നോക്കിയാൽ, സ്നാനപ്പെട്ട കാലം നോക്കിയാൽ, കർത്താവിന് വേണ്ടി ഇറങ്ങിയ കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ആരായിരിക്കണമെന്ന് പറഞ്ഞത്? ഉപദേഷ്ടാക്കന്മാരായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടണം. രക്ഷിക്കപ്പെട്ടു വന്നപ്പം വിളി ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ 30 വർഷത്തിന് മുമ്പ് വിളി ഉണ്ടായിരുന്നു. അന്നും കൊച്ചു ജോലി ചെയ്ത് വേല ചെയ്തു. ഇന്നും ആ കൊച്ചു വേല ചെയ്ത് നിങ്ങൾ വേല ചെയ്തുകൊണ്ടായിരിക്കുന്നത്. വളർച്ച ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? മാറ്റം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഇന്ന് ഒരു വളർച്ചയില്ല. നോക്കൂ, ദൈവത്തോട് നമ്മൾ ക്ലിയർ ആകുമ്പോൾ, ദൈവത്തിന് മുമ്പാകെ വളർച്ച പ്രാപിക്കുമ്പോൾ അത് ഇന്നും മാറ്റമുണ്ടോ? ചിന്തകൾ മാറുന്നുണ്ടോ? അതിന്റെ അർത്ഥം മാറുന്നില്ലെങ്കിൽ ഇന്നും അതേ പാറ്റേൺ ആണ് ആത്മീയ ജീവിതത്തിൽ ഉപയോഗിക്കുന്നെങ്കിൽ വളർച്ചയ്ക്ക് മാന്ദ്യം സംഭവിച്ചു. കാലം നോക്കിയപ്പോൾ ആരായിരിക്കണമായിരുന്നു? അവൻ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട കാലം, ദൈവസഭയിൽ ആത്മമണ്ഡലത്തിൽ പ്രശോഭിക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. പക്ഷെ ഇന്നും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇന്നും ആഴ്ചയിൽ 3 ദിവസം 5 ദിവസം ജോലിക്ക് പോകും. മാന്ദ്യപ്പെട്ടുപോയി, വളർച്ചയിൽ മാന്ദ്യപ്പെട്ടുപോയി. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ അവരുടെ ഉണ്ടായിരുന്ന ഗുരുതരമായൊരു പ്രശ്നമാണ്, ക്രിസ്തീയ ജീവിതത്തിൽ അവർക്ക് ഉത്സാഹമില്ലാത്തവരായി തീർന്നു. ഉത്സാഹമില്ല, ഒന്നിനും എന്തില്ല, ഒരു ഉത്സാഹവുമില്ല. ഇത് ഗുരുതരമായ പ്രശ്നമാണ് ആത്മീയ ജീവിതത്തിലെ. ഇത് ചില രോഗമാണ് ആത്മീയ ജീവിതത്തിലെ. അവർക്ക് ഒന്നിനിപ്പോൾ ഉത്സാഹമില്ല. പണ്ട് അറിവിനെ അറിഞ്ഞിട്ടൊരു ഉത്സാഹം വേണം. ആ ഉത്സാഹമാണ് നിങ്ങളെ നിത്യതയിൽ എത്തിക്കുന്നത്. അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ അവകാശനായി തീരും, പരിഹാസത്തിന് ഇടയായി തീരും. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞ അവർക്ക് ഉത്സാഹമില്ല, പാടാൻ ഉത്സാഹമില്ല. അല്ലെ, ചില സഭയിലൊക്കെ ഒന്ന് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭായോഗം തീരാറാവുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. ഉത്സാഹമില്ല, പാടാൻ ഉത്സാഹമില്ല, പ്രാർത്ഥിക്കാൻ ഉത്സാഹമില്ല. വീട്ടിൽ കുത്തിയിരുന്നാലും സഭയെ മീറ്റിംഗ് നടക്കുമ്പോൾ, യോഗം നടക്കുമ്പോൾ ചില ആളുകൾ വരത്തില്ല, ചുമ്മാ കയറി കുത്തിയിരിക്കും. ഉത്സാഹമില്ല. എന്താണ്? കൺവെൻഷന് പോകാൻ ഉത്സാഹമില്ല.
സഭായോഗത്തിന് പോകാൻ ഉത്സാഹമില്ല. ഉപവാസ പ്രാർത്ഥനകൾക്ക് ജനത്തിന് ഇന്ന് ഉത്സാഹമില്ല. അതെന്താണ് കാരണമെന്നറിയാമോ? ആത്മീകമായി ക്ഷീണിച്ചു എന്നുള്ളതിന്റെ സ്പഷ്ടമായ തെളിവാണിത്. അടുത്തത്, സഭായോഗങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. 10-ാം അധ്യായം 24-ാമത്തെ വാക്യം അവരെ കുറിച്ച് പറയുന്ന 4-ാമത്തെ ഗുരുതരമായ ആത്മീക വിഷയമാണ്. സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിച്ചു. അതായത് 10:24, എബ്രായർ 10:24 ഇങ്ങനെയാണ് വായിക്കുന്നത്: ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ. കേട്ടോ, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെ പറയും എല്ലാവരുടെയും കാര്യമല്ല, ചിലർ തങ്ങളുടെ സഭായോഗങ്ങളെ ഒരു പേടിയില്ല, സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നത്. അതിന് നമുക്ക് ലൈസൻസ് തന്നത് കൊറോണയാണ്. നമ്മൾ കൊണ്ട് പറയുന്നത് എന്താണ്? ഒരു സഭായോഗം ഉപേക്ഷിച്ചാൽ വലിയ പ്രശ്നമാണെന്നൊക്കെ പറയും. പക്ഷെ കൊറോണ വന്നപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം സഭയടച്ച് എല്ലാ സഭയും ക്ലോസ് ചെയ്ത് ജനമെല്ലാം വീട്ടിലിരുന്നു. അപ്പൊ ആളുകൾ വിചാരിച്ചിരിക്കുന്നത്, അന്നത്തെ കാലത്ത് സഭായോഗം പോയല്ലോ, ഇനിയിപ്പോ കുഴപ്പമില്ലെന്നാ. കുഞ്ഞെ, അതൊരു സ്പെഷ്യൽ കേസാണ്. അതൊരു സ്പെഷ്യൽ കേസാണ്. അത് ലോകമാകമാനം നടന്ന ഒരു സ്പെഷ്യൽ കേസാണ്. പക്ഷെങ്കിൽ എന്ന് പറഞ്ഞിപ്പോ നാട് തുറന്നിരിക്കുമ്പോ, വീട് തുറന്നിരിക്കുമ്പോ, സമൂഹം തുറന്നിരിക്കുമ്പോ ഒരു കാര്യവുമില്ല ചിലർക്ക് സഭായോഗം മുടക്കാൻ. ഒരു കാര്യവുമില്ല. മനഃപൂർവ്വമായി സഭായോഗം മുടക്കി. പണ്ട് അങ്ങനെയല്ല. 6 മണിയാകുമ്പോഴേ കുളിച്ചൊരുങ്ങി മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിളിച്ച് തലയ്ക്കൽ ഓടുവരുന്നു. ഇപ്പൊ ഒരു ഉത്സാഹമില്ല. 10 മണിയാകുമ്പോഴേ എഴുന്നേക്കുന്നത്. 10 മണി ക്ലോക്കിൽ അടിക്കുമ്പോ സഭായോഗത്തിന് പോകണമല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേക്ക്. എന്താണ്? ഉത്സാഹമില്ല, ക്ഷീണിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. ഉപേക്ഷയായി വിചാരിച്ചു. അതിന്റെ പുറകെ ബഹുമാനപ്പെട്ട നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ, ഞാൻ ഈ താമസിക്കുന്ന പട്ടണത്തിൽ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണത്. 12 മണി അവർക്ക് വെള്ളിയാഴ്ച ആ നിസ്കാര സമയം എന്ന് പറയുന്നത്, അത് ജ്വല്ലറി ആണെങ്കിലും ശരി, അത് പലചരക്ക് കടയാണെങ്കിലും ശരി, അത് പെട്ടിക്കടയാണെങ്കിലും ശരി, ആ വെള്ളിയാഴ്ച അവരുടെ നിസ്കാര സമയം എന്ന് പറയുമ്പോൾ അവരത് പൂട്ടത്തൊന്നുമില്ല. അത് വലിച്ച് താഴ്ത്ത് ഷട്ടറിട്ടേച്ച് അവർ അവരുടെ ആരാധന നിസ്കാരത്തിന് പോയിട്ട് മടങ്ങി വരും. അങ്ങനെ മാതൃക കാണിക്കുന്നവരുണ്ട്. എൻ്റെ ചോദ്യം, ദൈവമക്കൾ എങ്ങനെ ഇരിക്കുന്നു? ദൈവമക്കളുടെ ജീവിതം എങ്ങനെയാണ്? പനി അങ്ങ് പത്തനംതിട്ടയിൽ പോയി കഴിഞ്ഞാൽ അന്ന് നമുക്ക് വയ്യ. ഒരു ചെറിയ പ്രശ്നത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് പ്രതിസന്ധിയാ, നമുക്ക് ഉത്സാഹമില്ല, നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി. ആത്മീകമായി അല്ലെ, ആത്മീകമായി നമുക്ക് ഉത്സാഹം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും. ഉത്സാഹമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് ജയിക്കുവാൻ കഴിയും. ഉത്സാഹം വേണം ഏത് കാര്യത്തിനും. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നമുക്ക് പരാജയം ജീവിതം മുഴുവൻ പരാജയം അനുഭവിച്ച മനുഷ്യനായിരുന്നു ഇബ്രഹാം ലിങ്കൺ. മുഴുവൻ പരാജയപ്പെട്ടു. ആ പരാജയത്തിലൊന്നും തന്റെ ഉത്സാഹം കെട്ടുപോയില്ല. ഓരോ പരാജയവും തന്റെ ജീവിതത്തിൽ ഉത്സാഹത്തെ കൊണ്ടുവരുന്നവനായി തീർന്നു. അവസാനം വീണ്ടും താൻ മത്സരിച്ചു. അവസാന ലാപ്പിൽ താൻ ജയിച്ച് അമേരിക്കൻ പ്രസിഡന്റായി മാറി എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഞാൻ അവിടെ അപ്പോൾ ഉത്സാഹം പോയി ദൈവമക്കളുടെ ജീവിതത്തിൽ. ആത്മീക ഉത്സാഹം അവരിൽ നഷ്ടപ്പെട്ടു. 5-ാമത്തെ കാര്യം, അവരുടെ ധൈര്യം നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. പന്തേത് കാര്യത്തിലും ഭയങ്കര ധൈര്യമായിരുന്നു അല്ലെ. ഒരു ചെറിയ പ്രശ്നം, കൈക്കൊരു ചെറിയ വിഷയം വരുന്നത് അറ്റാക്ക് ആണോ എന്നാ ചിന്തിക്കുന്നത്. പുറത്തിനൊരു ചെറിയ വേദന, അയ്യോ അറ്റാക്കാണ്, അറ്റാക്കിന്റെ ലക്ഷണമാണ്, ഭയമാണ്, പ്രാണഭയമാണ്. പണ്ട് ഒരു ഭാഗം പോയാലും എന്തായിരുന്നു? കർത്താവിനെ വിടിവിക്കുള്ള ധൈര്യമായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ധൈര്യം ഉണ്ടോ? ധൈര്യം പോയി. ഈ രോഗവിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും അവർ അധൈര്യമുള്ളവരായി തീർന്നു. ധൈര്യം പോയി. അങ്ങനെ ധൈര്യമില്ലാത്തവരായി ആത്മീയ ജീവിതം ഇങ്ങനെ നയിക്കുമ്പോൾ അവരെ ബലപ്പെടുത്തുവാനാണ്, അവർക്ക് ധൈര്യം നൽകുവാനാണ് പൗലോസ് എബ്രായ ലേഖനം എഴുതിയത്. എന്താണ് കാരണം? നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ, ബലമുണ്ടാകണമെങ്കിൽ, ആത്മീക വളർച്ച ഉണ്ടാകണമെങ്കിൽ, ഉത്സാഹമുണ്ടാകണമെങ്കിൽ, സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കാതെ നിങ്ങൾക്ക് മുൻപോട്ട് പോകണമെങ്കിൽ പൗലോസിനറിയാം അതിനുള്ള ഏക ടോണിക് എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിന്റെ വെളിപ്പാട്, യേശുവിന്റെ വെളിപ്പാടിനും യേശുവിന്റെ സ്നേഹത്തിനും മാത്രമേ നമ്മളെ ഈ അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പൗലോസ് ആഴമായി യേശുവിനെ പഠിപ്പിക്കുകയാണ്, യേശുവിനെ പറയുകയാണ്. അതുകൊണ്ടാണ് ഓരോ അധ്യായത്തിലും പൗലോസ് പറയുന്നത് ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. പഴയ നിയമത്തിൽ അബ്രഹാമിനേക്കാൾ യേശു ശ്രേഷ്ഠനാണ്, മോശയേക്കാൾ യേശു ശ്രേഷ്ഠനാണ്, മൽക്കിസദേക്കിനേക്കാൾ യേശു ശ്രേഷ്ഠനാണ്, പഴയ നിയമത്തിലെ നിയമങ്ങളെക്കാൾ യേശു
ശ്രേഷ്ഠനാണ്. പ്രവാചകനേക്കാൾ യേശു ശ്രേഷ്ഠനാണ്. യാഗങ്ങളെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. പെരുന്നാളുകളെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. വിശ്വാസ വീരന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. ആ യേശുവിന്റെ അടുക്കിലേക്ക് ജനത്തെ എന്തോ ചെയ്യുക, കൊണ്ടുവരികയാണ് പൗലോസ്. ഇവരൊന്നുമല്ല, പ്രവാചകനല്ല വലുത്, പ്രവാചകനേക്കാൾ വലിയവനാണ് യേശു ക്രിസ്തു. യേശുവിലേക്ക് ജനം വരണം, യേശുവിലേക്ക് ജനം അറിയണം, യേശുവിനെ ജനം അറിയണം, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ സഭ പോകണം. ഇതായിരുന്നു പൗലോസിന്റെ ഉള്ളിലെ ആഗ്രഹം. ഇത് തന്നെയാണ് ഗിരിപ്രഭാഷണത്തിലൂടെ ദൈവവചനം നമ്മോട് പറയാൻ ശ്രമിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിലൂടെ യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതും ദൈവ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്നും എങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയാമെന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ ആത്മീയ നിത്യതയിലേക്ക് പോകുന്ന നമ്മുടെ ജീവിതത്തിലെ സ്നേഹത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവ പട്ടികകൾ എങ്ങനെ രൂപപ്പെടുത്താമെന്നുമാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഞാൻ ഇത്രത്തോളം നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? കർത്താവേ, ക്രിസ്തുവിന്റെ ആ ദിവ്യമായ സ്നേഹത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണമേ. ലോകത്തിലെ എല്ലാ വസ്തുക്കളെക്കാൾ, എല്ലാ ചിന്തകളെക്കാൾ, എല്ലാ ആഗ്രഹത്തെക്കാൾ എനിക്ക് യേശുവിൻ്റെ കൂടെ നടക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ എനിക്കിഷ്ടമുണ്ട്. യേശുവിനെ പോലെ ആയിത്തീരുവാൻ, യേശുവിൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നവർ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കാം.